പോകുമ്പോൾ സൂക്ഷിക്കണം. ഒന്നും പറഞ്ഞു പോരുത്. ചിതാഭസ്മം ആരും കാണാതെ സൂക്ഷിക്കണം. ഇവിടെ എത്തിയിട്ടും കഴിഞ്ഞില്ലേ രണ്ടെണ്ണത്തിന്റെ രഹസ്യം പറിച്ചില്. എന്തായാലും നീ ആള് കൊള്ളാടി. ദേവൻ ആശുപത്രിയിൽ നിന്ന് പോന്നു, ഇവിടെ കൊണ്ടുവന്നു. ഒന്നും അവൾക്കറിയണ്ട. കിട്ടിയ തക്കം നോക്കി അവള് കറങ്ങാൻ പോയിരിക്കുന്നു. മുത്തശ്ശി, ആ മതി മതി മതി. നിന്റെ കയ്യിലിരിപ്പൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ആയതുകൊണ്ടാ ഈ തോന്നിവാസം മുഴുവൻ കാണിച്ചിട്ടും ആരും കേറി കൈവയ്ക്കാത്തത്. ദേവൻ ഒരു ആൺകൊച്ചുണ്ടായിരുന്നെങ്കിലേ അവൻ പറഞ്ഞു തന്നേനെ ബാക്കി. അമ്മേ, ദേ വന്നിരിക്കുന്നു. അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞ നിന്റെ മോള്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഭഗവാനും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അമ്മേ, ഓരോന്ന് പറഞ്ഞ് ദേവേട്ടനെ കേൾപ്പിക്കണ്ട. ദേവേട്ടൻ ഉറങ്ങ്. അവന്റെ അസുഖത്തിന്റെ പേരിലുള്ള മുതലെടുപ്പല്ലേ ഇപ്പൊ ഇവിടെ നടക്കുന്നത്. അമ്മയുടെ ബഹളം കാരണം വരുൺ ഒരു വാക്ക് പോലും മിണ്ടാതെ പോയത്. അയ്യോ, അതുകൊണ്ട് എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയോ? നേരുന്നെറി ഇല്ലാത്തവൻ എന്തിനടി ഇവനോടൊക്കെ മിണ്ടിയിട്ട്? മോളെ, അച്ഛൻ കുറെ നേരം നിന്നെ തിരക്കി. ഇപ്പോഴാ ഉറങ്ങിയത്. നീ അകത്തോട്ട് ചെല്ലേ. അതെ, നീ അവിടുന്ന് നിന്നേ. ദേവന് സുഖമില്ല എന്നുള്ളത് നേരാ. പക്ഷെ രാധികയും വരുണിനെ ഒന്നിപ്പിക്കാമെന്നുള്ള നിന്റെ ഉദ്ദേശം ഉണ്ടല്ലോ, അതങ്ങ് മറന്നു കളഞ്ഞേക്ക്. വരുണേ ഇപ്പോഴും പ്രിയങ്കയുടെ ഭർത്താവാ. അത് മറികടന്ന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മോനാണ് മരുമോനാണ് എന്നൊന്നും ഞാൻ നോക്കില്ല. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. എന്നിട്ട് കേസ് കൊടുത്ത് അകത്തിടും എല്ലാത്തിനെയും. എവിടെയായിരുന്നു എന്റെ കുട്ടി? അത് ഞാൻ പ്രിയങ്ക വരില്ല അല്ലേ? അവള് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയിരിക്കല്ലേ. സമയമെടുക്കും. അതെ, ഞാൻ ദേവേട്ടനോട് പറഞ്ഞല്ലോ. മോൾ അച്ഛൻ്റെ അടുത്തിരിക്കേ. എന്താ ബാഗില്? അച്ഛന് പ്രിയപ്പെട്ട വല്ലതും ആണോ? പ്രിയമുള്ളതാണെങ്കിലും അച്ഛൻ ഇപ്പൊ കാണിക്കണ്ട കേട്ടോ. ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ വിട്ടിരിക്കുന്നത്. മധുരം കഴിക്കലൊക്കെ ഇനി കുറെ കാലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പ്രിയങ്ക ഇങ്ങനെ ഒരു പോക്ക് പോകുമെന്ന് അച്ഛൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മോളെ. അവളൊരു ബഹളക്കാരിയാ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അച്ഛനോട് നല്ല സ്നേഹമുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെ ഒരു പോക്ക് പോവോ? മോളെന്താന്നും മിണ്ടാത്ത? എന്തിനാ മോള് കരയുന്നേ? അവളുടെ കാര്യം ഓർത്തിട്ട്. അവള് പുറത്തൊക്കെ പോയി നല്ല പരിചയമുള്ള കുട്ടിയല്ലേ. തനിച്ചായാലും അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവള് പോയി വന്നോളും. പണ്ടൊരു ദിവസം നിങ്ങൾ രണ്ടുപേരും കൂടി കളിക്കുന്നതിനിടയിൽ എന്തോ ഒരു വഴക്കുണ്ടായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ പ്രിയങ്ക മോളെ കാണാതായി. മോക്കതൊക്കെ ഓർമ്മയില്ലേ? നമ്മൾ എത്ര സ്ഥലത്താ അവളെ അന്വേഷിച്ച് നടന്നു.
എല്ലാം കഴിഞ്ഞപ്പോ കണ്ടുപിടിച്ചതോ നമ്മുടെ അമ്പലത്തിലെ തിടപ്പള്ളിയുടെ അകത്തുനിന്ന്. അന്ന് അച്ഛൻ അവളെ കണ്ടുപിടിച്ച് അടിക്കാൻ ഓങ്ങിയപ്പോ അവൾ എന്താ ചെയ്തതെന്നറിയോ? പിന്നെ അച്ഛൻ എങ്ങനെ തല്ലാൻ പറ്റുക? അവളുടെ ഓരോ കാര്യങ്ങള് ഓർമ്മയില്ലേ മോക്കതൊക്കെ? ഓർമ്മയുണ്ട്. ഞാൻ പോയി കുളിക്കട്ടെ, എന്നിട്ട് അച്ഛനടുത്തേക്ക് വരാം. മോൾ ഒരുപാട് അലഞ്ഞതല്ലേ, നല്ല ക്ഷീണുണ്ട് മുഖത്ത്. പോയി കുളിച്ചിട്ട് വാ. ആ മോളെ, പറഞ്ഞിട്ട് പോവാത്തോണ്ട് അവൾ അവസാനമായിട്ടൊന്ന് കാണാൻ പറ്റിയില്ല അല്ലേ? യശോദേ, മോളുടെ ഉള്ളിൽ നല്ല സങ്കടമുണ്ട്. നന്നായി നോക്കണം കേട്ടോ. ഇപ്പൊ അവളുടെ സങ്കടം ദേവേട്ടനെ പറ്റി മാത്ര.